ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ആം യുവർ നിമിഷ ഡേവിസ്. അപ്പോൾ എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ജാങ്കോൻ്റെ സീരീസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. നമ്മൾ ഓൾറെഡി പൈത്തൺ പഠിച്ചു അല്ലേ? ഈ പ്ലേലിസ്റ്റിൽ താഴോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പൈത്തണിൻ്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ജാങ്കോൻ്റെ മലയാളം ട്യൂട്ടോറിയലാണ് നമ്മളിനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ നോക്കുന്നുണ്ടായിരിക്കുക. 1 സെക്കൻഡ്. ജാങ്കോ ജാങ്കോയും അതേപോലെ റെസ്റ്റ് API ആണ് നമ്മൾ നോക്കുന്നുണ്ടായിരിക്കുക കേട്ടോ, ട്യൂട്ടോറിയൽ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ജാങ്കോ കവർ ചെയ്യുന്നുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ജാങ്കോയിൽ നമ്മൾ പ്രൊജക്ട്സുകൾ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ റെസ്റ്റ് APIയും അതിൽ നമ്മളൊരു പ്രൊജക്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഇതാണ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. മെയിനായിട്ടും ഒരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മളിപ്പോൾ ബാക്കി പവർ BIയോ മെഷീൻ ലേണിംഗ് ഒക്കെ പഠിച്ചപ്പോൾ ഞാൻ നിങ്ങൾക്ക് നോട്ട് തന്നിരുന്നു. അങ്ങനെ നോട്ട് ഞാൻ തിയററ്റിക്കലായിട്ട് ഇനി ഇതിൽ തരത്തില്ല. ഓക്കെ, ഇത് നമ്മൾ കംപ്ലീറ്റ്ലി പ്രാക്ടിക്കൽ. നിങ്ങൾക്ക് ഇത് കഴിഞ്ഞാൽ നേരിട്ട് ജോലിക്ക് കയറാം. അങ്ങനത്തെ രീതിയിലായിരിക്കും നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഫൈൻ. അപ്പോൾ ഞാൻ ഓൾറെഡി ഈ ഒരു ജാങ്കോൻ്റെ കോഴ്സ് പെയ്ഡായിട്ട് സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്. അവർക്ക് നമ്മളുടെ ഒന്നെങ്കിൽ പ്രീവിയസ് ബാച്ചിൻ്റെ സെഷനോ അല്ലെങ്കിൽ എൻ്റെ റെക്കോർഡഡ് സെഷൻ ഞാൻ എന്ത് കൊടുക്കുന്നുണ്ട്? സ്റ്റുഡൻസിന് പൈത്തൺ ജാങ്കോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പൈത്തൺ ഉണ്ടായിരിക്കും, പിന്നെ HTML, CSS, ബൂട്ട് സ്ട്രാപ്പ്, ജാങ്കോ, റെസ്റ്റ് API, പിന്നെ ഒരു മിനി പ്രൊജക്റ്റ്, ദെൻ ഒരു മെയിൻ പ്രൊജക്റ്റ്. ഇത്രയാണ് അതിൽ വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഓൾറെഡി സ്റ്റുഡൻസിന് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ജാങ്കോൻ്റെ സീരീസ് ഇതിൽ ഫ്രീ ആയിട്ട് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല അല്ലേ? അവരുടെ നിന്ന് പൈസ വാങ്ങി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞാൽ എന്തായാലും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഫ്രീ ആയിട്ട് എനിക്കിപ്പോൾ പബ്ലിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ജാങ്കോൻ്റെ സീരീസ് ഓൺലി ഫോർ മെമ്പേഴ്സ്. ഓക്കെ, മെമ്പേഴ്സിന് മാത്രം, അല്ലെങ്കിൽ മെമ്പർഷിപ്പ് പർച്ചേസ് ചെയ്തവർക്ക് മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക? ജാങ്കോൻ്റെ ഈ ഒരു സീരീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇനി ഇപ്പം നിങ്ങൾക്ക് ഇതിൽ ഈ ഒരു ക്ലാസ് കേൾക്കുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഡൗട്ട് വരെ, എവിടെയെങ്കിലും സ്റ്റക്കാവേ, എറർ വരെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് വാട്സപ്പ് ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, വാട്സപ്പ് ത്രൂ ഡൗട്ട് നമുക്ക് ക്ലിയർ ചെയ്ത് പോകാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. ഫൈൻ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിലല്ല, നെക്സ്റ്റ് വീഡിയോ തൊട്ട് ജാങ്കോൻ്റെ നമ്മൾ ട്യൂട്ടോറിയൽ ഇടുന്നത് ഡെയിലി നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങളിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ഡെയിലി പഠിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഒരു ട്യൂട്ടോറിയൽ ഇതിൽ ആഡ് ചെയ്ത് തരുന്നുണ്ടായിരിക്കും. അപ്പോൾ മൺഡേ ടു ഫ്രൈഡേ ആണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. സാറ്റർഡേ സൺഡേ ഉണ്ടായിരിക്കില്ല. സാറ്റർഡേ സൺഡേ നിങ്ങൾ അതിന് പഠിക്കുക, ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ മൺഡേ ടു ഫ്രൈഡേ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ ഒരു ടൈം ലിമിറ്റ് വെക്കണത്, ഡേയ്സ് വെക്കണത് 1 to 2 months ഗ്യാപ്പിലാണ്, അല്ലെങ്കിൽ ഒരു 1.5 months വരെയാണ് ജാങ്കോൻ്റെ ഈ ഒരു ട്യൂട്ടോറിയൽ ഉണ്ടായിരിക്കുക, ഇൻക്ലൂഡിങ് പ്രൊജക്റ്റ്. ഓക്കെ, അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഒരു 1 to 2 months എന്ന് പറയുമ്പോൾ ഒരു 30 to 60 days ഈ ഒരു രീതിയിലാണ് എന്ത് വരുന്നുണ്ടാവുക? ഈ ഒരു ട്യൂട്ടോറിയൽ വരുന്നുണ്ടായിരിക്കുക. അത്ര വീഡിയോസ് ആണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അത്രയും വീഡിയോസ് നമ്മളുടെ മെമ്പേഴ്സിന് മാത്രമായിരിക്കും അവൈലബിൾ ആയിരിക്കുക. അപ്പോൾ ഈ ഒരു ഡേയ്സിൽ, ഈ 30 to 60 days വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് ഫ്രീ ആയിട്ടല്ല, വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് പോകാനായിട്ട് പറ്റുന്നുണ്ടാവും. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം തന്നെ വാട്സപ്പ് ത്രൂ ക്ലിയർ ചെയ്ത് പോവാം. അപ്പോൾ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്ന അതേ സെയിം എഫക്റ്റ് തന്നെയാണ് ഇതിൽ വരുന്നുണ്ടാവുക. അതിൽ നിങ്ങൾ നേരിട്ട് ക്ലാസ് കേൾക്കണം, ഇതിൽ നിങ്ങൾ റെക്കോർഡഡ് ക്ലാസ് കേൾക്കണം. ആ ഒരു വ്യത്യാസം മാത്രമേ ഇതിലുണ്ടായിരിക്കത്തുള്ളൂ. ഫൈൻ. പിന്നെ നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് നിങ്ങളുടെ സൈഡിൽ നിന്ന് വേണ്ടതാണ്. എന്ന് വെച്ചാൽ കോഴ്സ് പർച്ചേസ് ചെയ്തു, വീഡിയോ കണ്ടു എന്ന് മാത്രം പോരാ, അതിൽ നിങ്ങൾ കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സ് നിങ്ങളുടെ സൈഡിൽ നിന്നും വേണം. അതെന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നാളത്തെ നെക്സ്റ്റ് വീഡിയോയിൽ ക്ലാസ് തുടങ്ങുമ്പോൾ നമ്മൾ പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ ഒരു വീഡിയോന് താഴെ മെൻഷൻ ചെയ്യുക. അതേപോലെ നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് പർച്ചേസ് ചെയ്താൽ നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാനായിട്ട് പറ്റും. ഓക്കെ, so that's all for this video. Thank you. Have a nice day. Bye.